الحمد لله الحمد لله وحده. الصلاة والسلام على من لا نبي بعده. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് സുബ്ഹാനല്ലാഹ് അവന് തെരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒപ്പം നമ്മൾ ഒരുമിച്ച് ഇരിക്കുകയാണ് അല്ലെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിനാകുന്നു സർവസ്തുതി. ഏതിരുന്നാലും അൽഹംദുലില്ലാഹ് റബ്ബിനെ സദാ ശുക്ർ ചെയ്യുന്നവരായിരിക്കും. കാരണം ക്ഷീണവും അതുപോലെ തന്നെ ഉറക്കവും മയക്കവും ഒക്കെ നമ്മളെ ബാധിക്കുമ്പോഴും ആ സമയത്തും നമ്മളെ നഫ്സിനെ നന്നാക്കാൻ വേണ്ടി ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തീർച്ചയായും അതിന് തസ്കിയത്ത് കൊടുത്തവൻ, അതിനെ പരിശുദ്ധിപ്പെടുത്തിയവൻ അത് അഫ്ലഹ, അവന് വിജയിച്ചിരിക്കുന്നു, പരാജയമില്ലാത്ത എന്നുള്ള വിജയം അവൻ നേടിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും സദാ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുക, അത് പുതുക്കിക്കൊണ്ടിരിക്കുക, അത് അമലാക്കിക്കൊണ്ടിരിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ 4 കാര്യങ്ങളും എപ്പോഴും ഇൽമു പഠിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മള് ഈ ഒരു ഞായറാഴ്ച നമ്മള് ഒരുപാട് ഖൈറുകൾ കേട്ടു എന്നുള്ളത് കൊണ്ട് അടുത്ത ഞായറാഴ്ച ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കല്ല വേണ്ടത്. വീണ്ടും പുതുക്കേണ്ടതുണ്ട്. ഓരോ ആഴ്ചകളായിക്കൊണ്ടും ഓരോ ദിവസങ്ങളായിക്കൊണ്ടും ഓരോ മാസങ്ങളായിക്കൊണ്ടും നമുക്ക് ഓരോ ഇൽമിന്റെ സദസ്സുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിലെപ്പോഴും ഇസ്തിമ്രാർ അല്ലെങ്കിൽ അതിലെപ്പോഴും സബാത്തുള്ളവരായിക്കൊണ്ട് നമ്മൾ നിലനിൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്? പഠിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ അത് അമലാക്കിക്കൊണ്ടിരിക്കുക. മറ്റൊന്നാണ് മറ്റുള്ളവർക്ക് അമലാക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇതില് എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യങ്ങളില് ഫോക്കസ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഒരു ജൽസയിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് ഒരു 5 കാര്യങ്ങളാണ്. തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള. നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു തെറ്റുപോലും ചെയ്യാതെ അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഗൈറ ദർറാഅ മുദറ വലാ അഥവാ യാതൊരു തരത്തിലുള്ള ഫിത്നകളും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ബാധിക്കാത്ത രൂപത്തില് അള്ളാഹുവിനെ കണ്ടുമുട്ടാന്. അതാണ് നമ്മളെല്ലാരെയും ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കാത്തവരായിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ. അതുപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഫിത്നത്തില്ല, വഴിപിഴപ്പിക്കുന്നതായിട്ടുള്ള യാതൊരു ഫിത്നകളിലും അകപ്പെടാതെ അള്ളാഹിനെ കണ്ടുമുട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. എല്ലാവരും അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും തൗബ വൈകിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു. അള്ളാന്റെ അടുക്കലേക്ക് നസൂഹായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള തൗബയായിട്ട് നിങ്ങൾ ഓടിച്ചെല്ലാൻ, വേഗം ചെല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നമ്മളടുത്ത്. അതുകൊണ്ട് തൗബ വൈകിപ്പിക്കുക എന്നുള്ളത് തന്നെ എന്താണ്? വലിയ അപരാധമാണ് നമ്മളോട് ചെയ്യുന്നത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വിഷയം എന്നുള്ളത് അള്ളാഹുവിന്റെ അദ്മത്തിനെ, അള്ളാന്റെ മഹത്വത്തെ പറ്റി ഓർക്കുക എന്നുള്ളതാണ്. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും അവനോടുള്ള ആദരവും നമ്മളെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ അല്ലെ. അതേപോലെ തന്നെ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹ്ക്ക് കൊടുക്കേണ്ടുന്ന ആ ഒരു ഗൗരവം ഇതുവരെയും മനുഷ്യന്മാർ പലപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
ഏതിരുന്നാലും രണ്ടാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ മഹത്വത്തെ ഓർക്കുക, അവനോടുള്ള നമുക്കുള്ള ആദരവിനെ പറ്റി സദാ ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മഹബത്ത് അള്ളാഹാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അല്ലെ. അഥവാ ഒരു വ്യക്തി അവനേറെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും എന്ത് ചെയ്യൂല, വെറുപ്പിക്കൂല. നമുക്കിഷ്ടമുണ്ടെങ്കിൽ പോലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ആ ഒരു ഇഷ്ടത്തെ നമ്മൾ ഏറ്റവും മാനിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കും അല്ലെ. തീർച്ചയായിട്ടും വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവം എന്താണ്? അള്ളാഹുവിനോടുള്ള നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താ പറയണത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വാദിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്യാണ് പലപ്പോഴും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അല്ലേ? അള്ളാഹിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നറിയും, എന്നിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അള്ളാഹ്ക്ക് തൃപ്തി ഇല്ലാത്ത കാര്യങ്ങൾ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തില് ഒരുവനെ നമ്മൾ, അഥവാ നമ്മളെ സ്നേഹമെങ്ങാനും സത്യസന്ധമായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം അള്ളാഹുവിനെ അനുസരിക്കുമായിരുന്നു. തീർച്ചയായും ഒരാള് ആരെയാണ് സ്നേഹിക്കുന്നത് അവനെ അനുസരിക്കുന്നതായിരിക്കും എന്നാണ് അല്ലെ. അപ്പോ മൂന്നാമതായിക്കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം അതാണ്. നാലാമതായി നമ്മൾ പറഞ്ഞിരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നമ്മൾക്ക് അരുളിയിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങളും, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യുന്ന നന്മകളും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യുന്ന അവന്റെ ഔദാര്യവും ഓർക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുവനെ ഓർക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങള് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ ഒരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത രണ്ട് സൊല്യൂഷന്, ഒന്നെങ്കിൽ നീ എന്ത് ചെയ്യരുത്, നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാന്റെ ഭൂമി അല്ലാത്തോടത്ത് പോയിട്ട് എവിടെയെങ്കിലും ചെയ്യുക, അതല്ലെങ്കിൽ നീ എന്ത് ചെയ്യരുത്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാത്തടത്ത് പോയിട്ട് നീ തെറ്റ് ചെയ്യുക, അതും അല്ലെങ്കിൽ നീ എന്ത് ചെയ്യരുത്, നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നീ തെറ്റിലെടുക്കരുത്. അപ്പൊ ആ വ്യക്തി ചിന്തിക്കുകയും ആ വ്യക്തി തെറ്റിൽ നിന്ന് പിന്മാറുകയും ചെയ്യാണ്. ആ പണ്ഡിതൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ആ ഭാഗങ്ങൾ, ആ 3 കാര്യങ്ങൾ വളരെ ചിന്തിപ്പിക്കേണ്ടതാണ് നമ്മള്. അള്ളാഹ് കാണാത്തൊരു സ്ഥലത്ത് പോയി ചെയ്യാൻ പറ്റൂല നമുക്ക്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാന്റെ സ്ഥലത്തല്ല നമുക്ക് ചെയ്യാൻ പറ്റൂല ഒരു തെറ്റ്. അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാതെ നമുക്ക് ആ തെറ്റുകൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സദാ ഓർക്കുക. അത് നമ്മൾ ആഴ്ന്നിറങ്ങി ഓർക്കേണ്ടതുണ്ട്. ഒരു 2 മിനിറ്റ് അതിനുവേണ്ടി ചിന്തിക്കാൻ എടുക്കുക. ഇപ്പൊ ഒന്നും വേണ്ടതില്ല. അടുക്കളയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളെ ഭക്ഷണത്തിൽ കൃത്യമായി ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കാൻ നമുക്ക് ഭക്ഷണം ഇറക്കേണ്ടതില്ല. നമ്മളെ ഉപ്പുണ്ടോ, മധുരമുണ്ടോ, എരിവുണ്ടോ എന്നുള്ളതിന് നമ്മളെ നാവിന്റെ ഓരോ സ്പോട്ടുണ്ട്. അവിടെ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ കൃത്യമായ ടേസ്റ്റ് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടും. ഉപ്പ് കുറവുണ്ട് എന്നുള്ളത് നമുക്ക് എന്താ പറയുക, ഒരു ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂറോ അല്ലെങ്കിൽ 6 മണിക്കൂറോ ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റോ ഒന്നും വേണ്ട, 1 മിനിറ്റ് പോലും നമുക്ക് അവിടെ ലാഗ് എടുക്കുന്നില്ല. ഉപ്പ് കുറവുണ്ട് എന്നുള്ളത് ബോധ്യവൻ വെച്ച് കഴിഞ്ഞാല് അതവിടെ നാവ് പൊള്ളിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ആ ടേസ്റ്റ് അവിടെ അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ആ നാവിന്റെ രസഗുണങ്ങളെ ആക്റ്റീവാക്കി നിർത്തുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതൊക്കെയും നമ്മള് രുചിയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മളെ പ്രാർത്ഥനകളിൽ അള്ളാഹുവെ രുചിയെ ഇത്രമാത്രം നല്ല വൈവിധ്യമാർന്ന രുചികൾ അറിയാനുള്ള, അതിനെ ആസ്വദിക്കാനുള്ള നാവ് തന്ന, അതിലെ രസമുകുളങ്ങൾ വെച്ച് തന്ന അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതി എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു മൂക്കടഞ്ഞാൽ അറിയാം ആ ഭക്ഷണത്തിന്റെ പരിപൂർണ ടേസ്റ്റ് നമുക്ക് കിട്ടൂല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂക്കടഞ്ഞു കഴിഞ്ഞാല് ആ ഭക്ഷണത്തിന്റെ ഗന്ധം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ പരിപൂർണ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ലെങ്കില് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ഈ ഗന്ധങ്ങൾ അറിയാനുള്ള മൂക്ക് തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതി എന്ന് നമ്മൾ പറയൂല എപ്പോഴല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കൂല എപ്പോഴല്ലാതെ, നമ്മൾ മൂക്കൊന്ന് അടഞ്ഞാലല്ലാതെ. അപ്പോ പറഞ്ഞു വരുന്നത്, എന്ത് സമയത്താണോ, ഒരു ദിവസത്തിൽ ഏത് സന്ദർഭത്തിലായാലും
അതുമായി ബന്ധപ്പെട്ടുള്ള അനുഗ്രഹങ്ങളെ വേരോടുകൂടി ആഴത്തിൽ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ നമ്മളെ പാപങ്ങളിലേക്ക്, നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ പറ്റി തന്നെ ആലോചിച്ച് നോക്കി, വല്ലാത്ത ലജ്ജ തോന്നും. ഇത്ര നിസ്സാരമായ കാര്യങ്ങളെ പോലും ഏറ്റവും പെർഫെക്റ്റ് ആയി ആ റബ്ബിനോടാണ് ഞാൻ ഇപ്രകാരം ധിക്കാരം ചെയ്തതല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ലജ്ജിക്കപ്പെടും, നമ്മൾ ലജ്ജയുള്ളവനാവും, നമ്മൾ തൗബ ചെയ്യാൻ ഓടിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നാലാമതായി നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക. അവന് നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള അവന്റെ ഔദാര്യങ്ങള്, സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ ഔദാര്യത്തിലാണ് നമ്മളെല്ലാരും ഉള്ളത് അല്ലെ. നമ്മള് പറയലില്ലേ പലപ്പോഴും ഉശിരോട് കൂടിയിട്ട്, ഞാൻ മറ്റുള്ളവരാരും ഔദാര്യത്തിലല്ല, ഇതെന്റെ അവകാശമാണ് നമ്മൾ പറയലുണ്ടല്ലോ. പക്ഷെ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മളെ റബ്ബിനോട് നമുക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലില്ല. എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹുവിനെ ധിക്കരിക്കെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന വെള്ളം കുടിച്ചിട്ടാണ് അള്ളാഹിനെ ധിക്കരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നല്ല പരിശുദ്ധമായ ശുദ്ധമായ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ്? നോ പറഞ്ഞത് ചെയ്തിട്ടാണ്. വലത് കൈ, അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു വലത് കൈ കൊണ്ട് ഇരുന്ന് ബിസ്മി ചൊല്ലി മുറുക്കായി കുടിക്കണമെന്ന്. നമ്മൾ എന്താ ചെയ്യണത്? തന്ന വെള്ളം അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് കുടിക്കുകയാണ്. ഇടത് കൈ കൊണ്ട് പെട്ടെന്ന് കുടിച്ച് നിൽക്കാൻ വേണ്ടി നിന്ന് കുടിച്ച് ഓടിപ്പോവാണ്, അൽഹംദുലില്ലാ പോലും പറയാതെ. അപ്പൊ അത്തരത്തിൽ അള്ളാഹുവിന്റെ എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? നമുക്ക് ആർക്കും വെള്ളത്തില് ഒരു മായം വെച്ചില്ല, നമ്മൾക്ക് ആർക്കും വെള്ളം തടഞ്ഞിട്ടില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലൂടെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ കിണറിൽ നിന്ന് അല്ലെങ്കിലും മറ്റൊരു സോഴ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏർപ്പെടുത്തി തന്നു, അൽഹംദുലില്ലാ. അപ്പോ നാലാമതായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിന്റ്, ഇത് വീണ്ടും റിവൈസ് ചെയ്യുന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. അത് കേൾക്കുക അല്ലെങ്കിൽ ഒന്ന് ഉറക്കം തൂങ്ങിയോ മറ്റൊരു തരത്തിലൊന്നും കേൾക്കരുതേ എന്ന് വിനീതമായിട്ട് പറയണം. അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും പറയാണ്. അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തെയും ശിക്ഷയെയും പറ്റി ഓർക്കുക എന്നുള്ളതാണ് അല്ലെ. ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പറ്റി പറഞ്ഞത് എന്താണ്? ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് വല്ലാഹു ശദീദുൽ ഇഖാബ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അള്ളാന്റെ പിടുത്തം അതികഠിനമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തരത്തില് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ. അപ്പോ നമ്മൾ വളരെ ഗൗരവത്തില് നമുക്ക് ബോധ്യം ഉണ്ടാവേണ്ടുന്ന വിഷയമാണത്. ഒരു മിനിറ്റ്. ജസാക്കല്ലാഹു ഖൈർ. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്? തിന്മ ചെയ്യുന്നവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് കോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹറാമുകൾ ചെയ്യുന്നവനെ സംബന്ധിച്ച്, അതിൽ നിലകൊള്ളുന്നവനെ സംബന്ധിച്ച് അവന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തമല്ല, അവനെ വെറുക്കുന്നുണ്ട്. നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ വെറുപ്പും നേടിയിട്ടുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ എന്താണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു എങ്ങാനും ശിക്ഷിക്കാൻ കഴിഞ്ഞാല് അള്ളാഹു ഒന്നും വേണ്ട. നമ്മൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാൻ പറ്റും. അള്ളാഹു എങ്ങാനും വിചാരണ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല്, അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഒരു അടിമയെ പിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനത് കഴിഞ്ഞു കഥ. അതിനെ മറികടക്കാനോ അതിനെ തടുക്കാനോ മറ്റൊന്നിനും തന്നെ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. അള്ളാഹുവെ, എന്റെ വിചാരണ എന്താക്കി തരണേ, എന്റെ ഹിസാബിനെ നീ യസീറാക്കി തരണേ എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ. ആറാമതായി കൊണ്ടുള്ള ഒരു പോയിന്റ് ആണ് നഷ്ടങ്ങളെ ഓർക്കുക എന്നുള്ളത്. അഥവാ തിന്മ ചെയ്യുന്നതിലൂടെ, തിന്മ പ്രവർത്തിക്കുന്നതിലൂടെ, നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റുമൂലം നമുക്കും നമ്മളെ റബ്ബിന്റെ അടുക്കല്
നമ്മൾക്ക് ഉണ്ടാവുന്ന നഷ്ടം, അല്ലെങ്കിൽ നമ്മളെ റബ്ബിന്റെ അടുക്കൽ നിന്ന് നമ്മള് സ്ഥാനം കുറയുന്നത് ആലോചിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവര്, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരാളെടുക്കല് നമ്മൾ തെറ്റ് ചെയ്യൂല അല്ലെ? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ മുന്നില് നിങ്ങളുടെ ഒരു തെറ്റെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാല് ഉറപ്പായിട്ട് എന്ത് ചെയ്യും? അദ്ദേഹം നമ്മളെ വെറുക്കും. നമ്മൾ പറയലില്ലേ, എനിക്കിപ്പോ അവരെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അത് അവന് ചെയ്തല്ലോ, എന്നാലും അവനത് ചെയ്തല്ലോ, ഞാൻ അവനെ എത്ര മാത്രം ഇഷ്ടപ്പെട്ടിരുന്നു, എന്നിട്ട് അവനത് ചെയ്തല്ലോ, എനിക്കിനി അവനെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ പറ്റൂല. എന്റെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ വിചാരം വരുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? നിസ്സാരമായ നമ്മളെ മനസ്സിനുള്ളിൽ നമ്മൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, തെറ്റുകൾ ചെയ്യുന്നു, അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു, അതുപയോഗിച്ച് തെറ്റുകൾ ചെയ്യുന്നു, വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ തൗബക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുക പോലും അതിനെ അവഗണിച്ച് വീണ്ടും തെറ്റിൽ എന്ത് ചെയ്യാണ്? പരസ്പരം മത്സരം നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന്, അത്തരക്കാരിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ അടുക്കല് നമ്മളെ പറ്റിയുള്ള വിചാരം എന്തായിരിക്കും? അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി, അഫ്വൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മളെ പറ്റിയിട്ടുള്ള നിലവാരം എന്തായിരിക്കും? ആലോചിച്ച് നോക്കി. ഓരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാണാൻ പറ്റും, ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? നുഖ്തതൻ സൗദ, ഒരു കറുത്ത പുള്ളി കണക്കെ ആ തെറ്റുകൾ അവിടെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ഈ തെറ്റ് ചെയ്തതിലൂടെ എനിക്ക് ഉണ്ടാവുന്ന നഷ്ടം എന്താണ്? എത്ര എത്ര നന്മകളും എത്ര എത്ര ശ്രേഷ്ഠതകളും എത്ര എത്ര പദവികളുമാണ് ഞാൻ ഈ തെറ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് നഷ്ടമാവണത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കുക. അഥവാ ഒരു തിന്മ ചെയ്യുന്നതിലൂടെ, തെറ്റുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ നഷ്ടമാവണത്? പരിപൂർണമായ തിളക്കമാർന്ന ഈമാനിന്റെ എന്ത് ചെയ്യാണ്? അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പരിപൂർണമായ തിളക്കമാർന്ന ഈമാൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കാണാന്, നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് എന്തോ ഒരു ആസ്വാദനായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഓരോരോ തെറ്റുകൾ മൂലം നമ്മളെ സ്വലാത്ത് നഷ്ടപ്പെടുകയാണ്, നമ്മളെ സിയാമ് നഷ്ടപ്പെടുകയാണ്, നമ്മളെ ഖിയാമ് നഷ്ടപ്പെടുക. ഇതൊക്കെ എങ്ങനെ നഷ്ടപ്പെടുന്നത്? അതിൽ നിന്നും ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഒരിക്കലും തന്നെ ഒരു വ്യഭിചാരിയും അവര് വ്യഭിചാരം സിന ചെയ്യുന്നില്ല, അവനെന്തല്ലാതെ അവന് മുസ്ലിം ആയിട്ട് ഒരിക്കലും ഒരു വ്യഭിചാരി വ്യഭിചാരം ചെയ്യൂല. ഒരിക്കലും ഒരു കള്ളൻ അവന് ഒരു മുഅ്മിനായിക്കൊണ്ട് കട്ടെടുക്കൂല. ഒരിക്കലും ഒരു കള്ളുകുടിയൻ അവന് കള്ളു കുടിക്കുന്നവൻ മുഅ്മിനായിക്കൊണ്ട് കള്ളു കുടിക്കൂല. അപ്പൊ അവിടെ എന്താണ് അർത്ഥം? അവൻ ആ സമയത്ത് മുഅ്മിനല്ലാതാവാണ്. ഏതൊരു തെറ്റാണെങ്കിലും അവനത് ചെയ്യുന്നതിലൂടെ അവന്റെ ഈമാൻ അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരായ സഹാബാക്കിറാം, താബിഈകൾ, തബഉ താബിഈകൾ, അതുപോലെ തന്നെ സലഫു സാലിഹീങ്ങളായിട്ടുള്ളവരൊക്കെയും ഏറെ പേടിച്ചിരുന്ന, ഏറെ അള്ളാഹുവിനോട് ചോദിച്ചിരുന്ന കാര്യമാണ് ഖൽബിന്റെ സ്വലാഹിയത്ത്, ഖൽബിന്റെ ഏറ്റവും നല്ലതായ അവസ്ഥ, ഈമാനിന്റെ പരിപൂർണത. അവരൊക്കെയും പേടിച്ചിരുന്ന വിഷയമാണ് അതെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ പറ്റും, ആദ്യമായി എന്റെ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെട്ട എന്താണ്? ഖുശൂ ആണെന്ന്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മുടെ നിസ്കാരങ്ങൾ അവസ്ഥ, നമ്മുടെ പ്രാർത്ഥനകൾ അവസ്ഥ, നമ്മൾ അറിയാതെ ചിന്തകൾ കടന്നു വരികയാണ് അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളെ പാപങ്ങള്, നമ്മളെ മോശമായ ചിന്തകള്, മോശമായ പ്രവർത്തികള് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ അമലുകളെ, നമ്മുടെ ഈമാനിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധിക്കുക, നമ്മളെ ഈമാനിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. അതുപോലെ തന്നെ അല്ലാഹുമ്മ സയ്യിന്നി ബിസീനത്തിൽ ഈമാൻ, അതേപോലെ തന്നെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ദുആകൾ പരമാവധി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഗൈസിൽ പങ്കെടുത്തവരാണെങ്കിൽ
പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ദുആ തന്നെ ഈമാനിനെ പറ്റി, ഖശ്യത്തിനെ പറ്റി, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള റിദയെ പറ്റി, അള്ളാഹുവിനെ കാണുന്നതിനെ ഷൗക്കിനെ പറ്റി ഒക്കെ ചോദിക്കുന്ന എല്ലാം അടങ്ങിയ ഒരു പ്രാർത്ഥനയാണ്. അത് പഠിക്കുക, അത് പരസ്പരം മറ്റുള്ളവർക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. അത് സലാം വീട്ടുന്നതിന് മുൻപായിക്കൊണ്ട് തശഹുദിൽ അവസാനത്തിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. കാരണം എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സദാ നമ്മൾ ഓർക്കുക നമ്മളെ പാപങ്ങൾ നിമിത്തം നമുക്ക് ഉണ്ടാവുന്ന നഷ്ടത്തെ പറ്റി, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉണ്ടാവുന്ന ഇടിവിനെ പറ്റി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു. എന്നിട്ട് അള്ളാന്റെ മലക്കുകൾ നമ്മളെ പറ്റി പോയി പറയുന്നതോ നമ്മളെ തിന്മകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഹസനാത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്തണം എന്നാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ശബ്ദത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ക്ഷമിക്കണം എന്ന് പ്രത്യേകം പറയാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുന്ന ഒരു ജമാഅത്തിനെ അള്ളാഹ് എന്ത് ചെയ്യും? ഇതിനേക്കാൾ നല്ല സ്ഥലത്ത് വെച്ച്, അഥവാ അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠരായ അടിമകൾ മലക്കുകളുടെ അടുക്കൽ വെച്ച് അർശിന്റെ മുകളിൽ വെച്ച് നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ഓർക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും പറ്റി പരാമർശിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു മണിക്കൂർ അത്രയും പ്രിയപ്പെട്ടവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഇരിക്കുന്ന ഈ ഒരു മണിക്കൂർ ഉണ്ടല്ലോ, ഈ ഒരു മണിക്കൂർ അത്രയും നമുക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി റഹ്മത്ത് താഴ്ത്തിയിടുന്ന സമയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ലെവലിലാണ് ഇപ്പൊ നമ്മളുള്ളത്. പക്ഷെ മറ്റൊരു സമയത്ത് നമ്മളെ പാപങ്ങൾ നിമിത്തം അള്ളാഹുവിന്റെ മലക്കുകൾ പോയിട്ട് നമ്മളെ കുറ്റങ്ങള്, നമ്മളെ പാപങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഇടിവാണല്ലത്, നമ്മളെ വലിയ നഷ്ടാണത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? നമ്മൾ അവിടെ അള്ളാഹുവിന്റെ മുൻപില്, അള്ളാഹിന്റെ അഥവാ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തുന്നതിന് മുൻപേ അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ ജീവിച്ചിരിക്കെ നമ്മൾ അവിടെ എത്തുന്നതിന് മുൻപേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കുറച്ച് സെലിബ്രിറ്റികൾ ഉണ്ട് അല്ലെ? ചിലരുടെ വരവ് അവിടെ ആഘോഷാണ്. ചിലരവിടെ സുപരിചിതരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞിട്ട്. അത്തരക്കാരിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഈ നഷ്ടമെല്ലാം നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുക? ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മിനിറ്റ്. ജസാക്കുമുല്ലാഹു ഖൈർ. ഇനി ഏഴാമതായിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഏഴാമതായി കൊണ്ട് നമ്മള് ചെയ്യേണ്ടുന്നതാണ്, അഥവാ നമ്മളെ മനസ്സിനെ കീഴ്പ്പെടുത്താനും ഷെയ്ത്താനെ, നിന്ദ്യനായ ശപിക്കപ്പെട്ട ഷെയ്ത്താനെ അപമാനിക്കാനും വേണ്ടി നമ്മൾ തുനിയുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു പ്രാർത്ഥന തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതായി കാണാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ ഗൈസില് നമ്മൾ ഓരോരുത്തരും പഠിച്ച, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ദിവസത്തിൽ 3 തവണ ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കാം. അഥവാ ആ പ്രാർത്ഥന എന്താണ്? വളരെ എളുപ്പമുള്ളതാണ്. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ എന്നും തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞിട്ടും ആ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ റബ്ബേ, ആലിമൽ ഗൈബി വശഹാദ,
ഇത് പഠിക്കാത്തവർ ആരെങ്കിലും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിർബന്ധമായിക്കൊണ്ട് ഇത് പഠിക്കുക. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ആലിമൽ ഗൈബി വശഹാദ, രഹസ്യവും അതേപോലെ തന്നെ പരസ്യവും വ്യക്തമായി കൃത്യമായി അറിയുന്നവനായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ല അൻത റബ്ബ കുല്ലി ശൈഇൻ വമലീക, നീ അല്ലാതെ വേറെ ഇലാഹു തന്നെ ഇല്ല. നീ എന്താണ്? എല്ലാത്തിന്റെയും റബ്ബും അതിന്റെ മുൽക്കിയത്തും റബ്ബേ നിനക്കാണ്, ആധിപത്യവും നിനക്കാണ്. ഇനി ചോദിക്കുന്ന കാര്യങ്ങൾ രണ്ട് പ്രധാനപ്പെട്ടതായിട്ടുള്ള രണ്ട് തിന്മകളുടെ ഉറവിടത്തിൽ നിന്നും അതേപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട മോശം സ്വഭാവങ്ങളിൽ നിന്നുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്നത്. വല്ലവരും ഈ രണ്ട് പ്രധാനപ്പെട്ട എന്താ പറയാ പാപങ്ങളുടെ ഉറവിടങ്ങളിൽ നിന്ന് വല്ലവരും രക്ഷപ്പെട്ടാൽ, വല്ലവരും ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് പാപങ്ങളിൽ നിന്നും മോശ സ്വഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതിനാൽ സുബ്ഹാനല്ലാഹ് അവനെന്തായി? അവന് രക്ഷ നേടി. അപ്പൊ ആ പ്രാർത്ഥന എന്താണ്? ബാക്കി വരുന്നത് എന്താണ്? അഊസു ബിക്, റബ്ബേ നിന്നോട് രക്ഷ ചോദിക്കണം എന്തിൽ നിന്ന്? മിൻ ശർരി നഫ്സി, എന്റെ മനസ്സിൽ നിന്നും, എന്റെ ഇച്ഛയിൽ നിന്ന്, എന്റെ നഫ്സിൽ നിന്ന്, അതേപോലെ തന്നെ വമിൻ ശർരി ശൈത്താനി വശിരിക്കിഹി, അതേപോലെ തന്നെ ശൈത്താനിൽ നിന്നും അവനുണ്ടാക്കുന്നതായിട്ടുള്ള അവന്റെ ദ്രോഹത്തിൽ നിന്നും അവൻ എന്നെ ക്ഷണിക്കുന്നതായ ഷിർക്കിൽ നിന്നും. രണ്ട് ഉറവിടങ്ങളാണ്. ഒന്ന് മനസ്സിലാക്കണം. നഫ്സ്, നമ്മളെ മനസ്സും, മോശപ്പെട്ട നമ്മുടെ മനസ്സും, അതുപോലെ തന്നെ ശൈത്താനും, ഇത് രണ്ടും പാപത്തിന്റെ ഉറവിടങ്ങളാണ്, തെറ്റുകളുടെ ഉറവിടതാണ്. മനസ്സ് നമ്മളെ പ്രലോഭിപ്പിക്കും, ശൈത്താൻ അതിനെല്ലാ വഴികളും ഒരുക്കി തരും. മനസ്സ് ശൈത്താൻ പറയുന്നത് അനുസരിക്കും, അങ്ങനെ അവൻ പാപിയായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നഫ്സിനെ ആരെങ്കിലും സക്കിയത്ത് ചെയ്താൽ, ഈ നഫ്സിനെ ആരെങ്കിലും തസ്കിയത്ത് കൊടുത്താൽ, ഈ നഫ്സിനോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ എന്താണ്? ഏറ്റവും ശക്തമായ ഏറ്റവും കഠിനമായ ജിഹാദ് എന്താണ്? അത് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ് എന്നാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഇച്ഛകളോടുള്ള, സ്വന്തം നഫ്സ് എന്തിനോടാണോ പറയുന്നത് അതിനെതിരെ ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും കഠിനമായ ജിഹാദ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ പ്രാർത്ഥനയിൽ ആദ്യം പറഞ്ഞിട്ടുള്ള രണ്ട് ഉറവിടങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചത്. അതിന്റെ തിന്മകളിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ തേടിയത്. വമിൻ ശർരി നഫ്സി, എന്റെ നഫ്സിന്റെ ഷർറുകളിൽ നിന്നും, അതേപോലെ തന്നെ വമിൻ ശർരി ശൈത്താനി വശിർക്കി, ഷെയ്ത്താനാകുന്ന ആ തെറ്റുകൾ, അവനിൽ നിന്നുള്ള തെറ്റുകൾ, അവനിൽ നിന്നുള്ള ദ്രോഹത്തിൽ നിന്നും, അവനെന്നെ ഷിർക്കിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും. ഇനി രണ്ട് ചീത്ത സ്വഭാവങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാവലിനെ ചോദിക്കുന്നത്. എന്താണ്? വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജുറുഹു ഇലാ മുസ്ലിം. സുബ്ഹാനല്ലാഹ്. എന്താണ്? ഞാൻ എന്റെ സ്വന്തത്തിനോട് എന്നോട് തന്നെ തിന്മ ചെയ്യുന്നതിൽ നിന്നും, സുബ്ഹാനല്ലാഹ്, സ്വന്തത്തോട് ചെയ്യുന്ന എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അതോടുകൂടി ആദ്യത്തെ ദൂഷ്യഫലം ഒഴിവായി. അതുപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവലിനെ ചോദിച്ചത് എന്താണ്? വഅൻ ഔ അജുറുഹു ഇലാ മുസ്ലിം, ഞാൻ കാരണം മറ്റൊരു മുസ്ലിം തെറ്റ് ചെയ്യുന്നതിൽ നിന്നും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. എന്റെ നഫ്സ് എന്നെ തെന്മയിലേക്ക് വിടുന്നതിലല്ലേ എന്നും അല്ലാഹ് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഞാൻ കാരണം വേറൊരാളും തെറ്റ് ചെയ്യുന്നതിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ആദ്യം ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്, പിന്നെ നമ്മൾ ഓരോരുത്തരെയും പറ്റിയാണ്. ആദ്യം എന്നെ പറ്റിയിട്ടുള്ള ആക്ഷേപമാണ്, പിന്നെ നമ്മൾ ഓരോരുത്തരും എല്ലാവരിലേക്കുള്ളതാണ്. ആദ്യം എനിക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, പിന്നീട് ഓരോരുത്തർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, മിക്കപ്പോഴും നമ്മളെ പ്രാർത്ഥനകൾ നമ്മളെ നാവാണ് ഏറ്റെടുത്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ പോലും ആ സുബ്ഹാനല്ലാഹ്
അള്ളാഹു നീ എത്ര പരിശുദ്ധനാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം, അതിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ചിന്തിക്കുന്നത്, അള്ളാഹുവിന്റെ കുദ്റത്തിനെ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നതിന് പകരം നമ്മളത് കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മുടെ നാവ് അതിനെ ഏറ്റെടുക്കുകയാണ്. അതങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇവിടെ ചേർന്നിട്ടുള്ള ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ വാക്കുകളും എണ്ണി എണ്ണി പറയണം. അള്ളാഹിനോട് ചോദിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനേക്കാണ് ഓടിച്ചെല്ലണത് അല്ലെ? അള്ളാഹുവിനോടാണ് രക്ഷ ചോദിക്കുന്നത്. എന്റെ നഫ്സിന്റെ ഷർറുകളിൽ നിന്നും ഷെയ്ത്താനിന്റെ ഷർറുകളിൽ നിന്നും അവന്റെ ഷിർക്കിൽ നിന്നും وأن أقترف على نفسي سوءا أو أجره إلى مسلم. ഞാൻ കാരണം എനിക്ക് ബാധിക്കുന്ന തെറ്റുകള്, ഞാൻ കാരണം മറ്റൊരു മുസ്ലിമിന് ബാധിക്കുന്ന തെറ്റുകൾ. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. വല്ലവനും അവന്റെ മനസ്സിനെ ഇപ്രകാരം കീഴ്പ്പെടുത്തിയാൽ, വല്ലവനും അവന്റെ മനസ്സിനെ അവന്റെ ആയിട്ടുള്ള വന്നുകളിൽ നിന്ന്, മോശമായ ഇച്ഛകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, രക്ഷ തേടിയാൽ, അവന് രക്ഷ ലഭിച്ചു കഴിഞ്ഞാല്, ഷെയ്ത്താൻ അതിലൂടെ അവൻ നിന്ദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാണ്? രക്ഷപ്പെടുന്നതാണ്. അപ്പോ ആ പ്രത്യേകമായിക്കൊണ്ട് ആ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ മനസ്സിനെ കീഴ്പ്പെടുത്താന്, അതേപോലെ തന്നെ ഷെയ്ത്താനെ ശ്രദ്ധിക്കാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഗനീമത്താണ്, ഏറ്റവും അഫ്ളലായിട്ടുള്ള ജിഹാദാണ് നമ്മൾ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും മഹത്തരമായിട്ടുള്ള ഗനീമത്ത് സ്വത്താണ് നമ്മൾ അതിലൂടെ നേടിയെടുക്കുന്നത്. ഏറ്റവും അഫ്ളലായിട്ടുള്ള ജിഹാദാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഇനി എട്ടാമതായിക്കൊണ്ടുള്ള ഒരു പോയിന്റ്, എട്ടാമതായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കുന്നത് നിമിത്തം, പാപങ്ങൾ ഉപേക്ഷിക്കുന്നത് നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരമായി നൽകുന്നതിനെ പറ്റി ആലോചിക്കുക എന്നുള്ളതാണ്. പാപങ്ങൾ, ഒരു തെറ്റ് നമ്മൾ ഉപേക്ഷിക്കുന്നത് നിമിത്തം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമായിട്ട് എന്താണ് നൽകുന്നത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും ഒരു നന്മ ചെയ്യണമെങ്കിൽ അവൻക്ക് എന്തുണ്ട്? ആ നന്മക്ക് പകരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 നന്മകൾ അവൻക്ക് എഴുതപ്പെടും. ഈ വല്ലവനും ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ അവൻ ആ തെറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റ് ചെയ്യാത്തതിന് ഒരു പ്രതിഫലം രേഖപ്പെടുത്തുകയാണ്. ഇനി വല്ലവനും എന്ത് ചെയ്യാണ്? ഒരു തെറ്റ് ചെയ്തു പോയി, അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് ഒരൊറ്റ തെറ്റ് മാത്രമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി വല്ലവനും അവനെങ്ങാനും അവന് ചെയ്ത തെറ്റുകൾ ബോധ്യപ്പെട്ടു, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് ഓടി മടങ്ങി അവന് പിന്നെ ആ തെറ്റുകളിൽ നിന്ന് ചെയ്യുന്നില്ലെങ്കിൽ അവൻക്ക് അവന്റെ റബ്ബിനെ എങ്ങനെയാണ് കാണാൻ പറ്റുക? യജിദില്ലാഹ് ഗഫൂറൻ റഹീമ, എല്ലാം പുറത്തു തരുന്ന അതീവ സ്നേഹം കാരുണ്യം ഉള്ളവനായിട്ട് അവൻക്ക് അവന്റെ റബ്ബിനെ അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയക്കുന്നവനായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സദാ അള്ളാഹുവിനെ ഭയക്കുന്നവനായും അള്ളാഹുവിന്റെ തൃപ്തി എങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തൃപ്തി നേടിയെടുക്കുന്നവനായും, അതുപോലെ തന്നെ നമ്മൾ ഈമാനിനെ സംരക്ഷിക്കുന്നവനായിക്കൊണ്ടും, അതുപോലെ തന്നെ അള്ളാന്റെ തൃപ്തി നേടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവനായി മാറുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏകുന്ന അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. അഥവാ തെറ്റുകൾ ഒഴിവാക്കുക, തെറ്റുകളിൽ നിന്ന്, തെറ്റുകൾ ചെയ്യാൻ വല്ലാതെ കൊതി ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിഞ്ഞോടുക എന്നുള്ള എന്താണ്? അത് നമ്മളെ ഈമാനിന്റെ ഭാഗമാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരു എക്സാമ്പിൾ വളരെ ചുരുക്കിയിട്ട് ഇതിലുള്ള ഓരോരുത്തരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മള് റമദാനാണ്, വല്ല പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഫോൺ തുറന്നു, യൂട്യൂബ് എടുത്തു, അതില് നമ്മൾ ഇങ്ങനെ വല്ലതും സെർച്ച് ചെയ്യുന്ന സമയത്ത് വ്ലോഗ് കണ്ടു. ആദ്യത്തെ വ്ലോഗിൽ എന്തോ ഒരു പലഹാരം ഉണ്ട്, അത് നമ്മൾ കണ്ടു. രണ്ടാമത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മ
ഇതെന്താണ്? ട്രാപ്പാണ്. നമ്മൾ വേഗം ബാക്ക് അടിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അത് നമ്മളെ ഈമാനാണ്. നമ്മൾ ഒരാള് ഇല്ലാത്തതൊക്കെയും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തത് നമ്മളെ അങ്ങോട്ട് പറയാണ്. ആ സമയത്ത് നമുക്ക് അവിടെ സത്യം ബോധ്യപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തുള്ള ന്യായം ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ അവിടെ മിണ്ടാതിരുന്നു. അത് നമ്മളെ ഈമാനാണ്. നമുക്കൊരു തെറ്റ് ചെയ്യണമെന്ന് തോന്നി, അതിനുള്ള എല്ലാ അവസരങ്ങളും ഒത്തു വന്നു, എന്നിട്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈമാനിനെ, അപ്പൊ നമ്മൾക്ക് എത്രത്തോളം ഈമാൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഓരോരോ അവസരങ്ങൾ വരുമ്പോഴും ഇങ്ങനെ നമ്മളൊരു മൈൻഡ് സെറ്റ് വെക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അതിന് പിന്മാറും. അപ്പൊ അൽഹംദുലില്ലാ, അല്ലാഹുവേ, നീ നിന്റെ ഈമാനുള്ള മുഅ്മിനാത്തുകളിൽ എന്നെ ഉൾപ്പെടുത്തിയല്ലോ എന്നുള്ള വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ പറയില്ല ഡോപ്പമിൻ റിലീസ് എന്നൊക്കെ പറഞ്ഞ മാതിരി. സുബ്ഹാനല്ലാഹ്, ഈമാന് വർദ്ധിക്കുക, ആ ഈമാനിന്റെ അലാമത്തുകൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല്, അഥവാ സൂറത്തുൻ നൂറിലെ ഒരായത്തെ ഇറങ്ങാൻ പശ്ചാത്തലമായിട്ടുള്ള ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ നമ്മളെ ഈ ഒരു ഇന്നത്തെ ജൽസ അവസാനിപ്പിക്കുകയാണ്. ഇനിയും 2-3-4 ഒരു 10 പോയിന്റ്സ് വരെ നിങ്ങൾക്ക് പറയണതായിരുന്നു. പക്ഷെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു സംഭവ കഥ കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അഥവാ സൂറത്ത് റൂമിലെ എന്താണ്, സൂറത്ത് റൂമല്ല, സൂറത്ത് നൂറിലെ 3-ാമത്തെ ആയത്ത്, അസ്സാനി ലാ യൻകിഹു. ഇത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും സാന്ദർഭികമായി പറയാണ്. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുർരിമ ذلك على المؤمنين. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരിക്കലും ഒരു വ്യഭിചാരി അവന് എന്ത് ചെയ്യൂല, വ്യഭിചാരിയെയോ മുശ്രിക്കിനെയോ അല്ലാതെ കല്യാണം കഴിക്കൂല. അതേപോലെ തന്നെ ഒരു വ്യഭിചാരിയെയോ ഒരു വ്യഭിചാരിണിയെ, അഥവാ ഒരു വ്യഭിചാരിയായിട്ടുള്ള ആണ് ഒന്നെങ്കിൽ കല്യാണം കഴിക്കൽ ഒരു മുശ്രിക്കായിട്ടുള്ള പെണ്ണിനായിരിക്കും, അല്ലെങ്കിൽ ഒരു സാനിയായിട്ടുള്ള വ്യഭിചാരിയായിട്ടുള്ള പെണ്ണിനായിരിക്കും. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹ് എന്താ അടുത്തതിൽ പറഞ്ഞത്? വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാണ് നിങ്ങൾക്ക് അത് ഹറാമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഈ ആയത്ത് അവതരിക്കാൻ ഒരു സന്ദർഭമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്വഹാബി. ആ സ്വഹാബിയുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാ ദിവസം രാത്രിയും മക്കയിലേക്ക് പോയി അതിവിദഗ്ധമായിട്ട് മക്ക മുശ്രിക്കുകളെ കൺവെട്ടിച്ചിട്ട് മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെ, മുഅ്മിനീകളെ എന്ത് ചെയ്യും, അതിതന്ത്രപൂർവ്വം എന്ത് ചെയ്യുമായിരുന്നു, മദീനയിലേക്ക് രക്ഷപ്പെടുത്തലായിരുന്നു ഈ സ്വഹാബിയുടെ പണി. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം ഇദ്ദേഹം രാത്രിയുടെ കുരുട്ടിന് മക്കയിലെത്തി എന്ത് ചെയ്യാണ്, അവിടെ മുഅ്മിനീകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ സമയത്ത് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ശബ്ദത്തിൽ സ്വഹാബിയെ ഒരു സ്ത്രീ വിളിക്കുന്നുണ്ട്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹത്തിന് ഉടനെ തന്നെ ആ ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹത്തിന് അവളെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഉടനെ തന്നെ മനസ്സിലായി അതെന്താണ്, ജാഹിലിയത്തില് അദ്ദേഹത്തിന്റെ കാമുകിയായിരുന്നു. വളരെ കഠിനമായിട്ടുള്ള അഗാധമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്ത് അനാക്ക അവള് വിളിക്കുന്നത് എന്തിനാണ്? അനാക്ക വിളിക്കുന്നത് എന്റെ അടുത്തേക്ക് വാ, നമുക്ക് ഇന്നത്തെ രാത്രി നമുക്ക് നമ്മുടെ മുന്നത്തെ സ്നേഹം ഒന്നും കൂടെ പുതുക്കാം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആ സ്വഹാബി തുടർന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവും അവർ എത്രമാത്രം അഗാധ സ്നേഹത്തിലായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ആ സ്വഹാബി പറയുന്നുണ്ട്, എനിക്കിപ്പോ പറ്റൂല, കാരണം ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്, ഒരിക്കലും വ്യഭിചാരം എന്നുള്ളത് എന്താണ്, അത് വൻപാവാണ്, അതെനിക്ക് ചെയ്യാൻ പറ്റൂല, ഞാൻ മുസ്ലിം ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആ സ്ത്രീ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, മക്കയിലാണ്, മുശ്രിക്കുകൾ ചുറ്റോടുണ്ട്, നീ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഞാൻ ഇപ്പോ നിന്നെ വിളിച്ച് പോവും, അപ്പൊ മുശ്രിക്കുകൾ എല്ലാരും എണീക്കും, നിന്നെ അവർ വകവെടുത്തു എന്ന് പറയുന്നുണ്ട്. സ്വഹാബി വളരെ ധീരമായി പറയുന്നുണ്ട്, പറ്റൂല എന്ന് പറയാണ്. അങ്ങനെ ആ പെണ്ണ് അവളെന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞ പ്രകാരം ചെയ്യുകയും പോവുകയും ചെയ്യുന്നു. മക്ക മുശ്രിക്കുകൾ ഉണരുന്നു. പക്ഷെ സുബ്ഹാനല്ലാഹ്, ആ സ്വഹാബി അതിവിദഗ്ധമായി അവിടുന്ന് ഒളിച്ച് രക്ഷപ്പെടുകയാണ്. തുടർന്ന്
മക്കയിൽ എല്ലാവരും ആർക്കും ആ സ്വഹാബിയെ പിടികിട്ടിയില്ല. അങ്ങനെ രാത്രി ശാന്തമായി. അദ്ദേഹത്തിന്റെ പണി അഥവാ അവിടെ ഉണ്ടായിരുന്ന ബന്ദികളായിട്ടുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, രക്ഷപ്പെടുത്തി മദീനയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഈ സന്ദർഭം നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, റസൂലെ ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലായിരുന്നു, എനിക്ക് ആനാഖയെ ഞാന് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടെ ഒന്നും പറയാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒന്നും പറയുന്നില്ല. കാരണം എന്താണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി നമുക്കറിയാം, വമാ യൻതിഖു അനിൽ ഹവാ, ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സംസാരിക്കൂല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കാണ്, ഈ ഒരു ആയത്ത് ഇറക്കാണ്. എന്നിട്ട് ഈ ആയത്ത് ഈ സ്വഹാബിക്ക് ഓതി കൊടുക്കുകയാണ്. അതിന്റെ അവസാനത്തിൽ എന്നുള്ള ഭാഗം ഓതി കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഈ സ്വഹാബി ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് കാരണം പറയുന്നത് എന്താ അറിയോ? റസൂലെ, ആ അവസാനത്തെ ആ സൂറത്തിന്റെ അവസാനത്തെ ഭാഗത്തിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, മുഅ്മിനീങ്ങൾക്ക് അത് ഹറാമാണെന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മുഅ്മിനീങ്ങളെ ഗണത്തിൽ ഞാനും ഉൾപ്പെട്ടേക്കുമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്വഹാബി അവിടെ സന്തോഷിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ആ പാപങ്ങൾ ഒഴിവാകുന്നതിലൂടെ സുബ്ഹാനല്ലാഹ്, ഒരു പാപങ്ങൾ നമുക്ക് ചെയ്യാൻ തോന്നി, നമ്മൾ ചെയ്യാതെ മാറിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മളെ ഈമാനാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നും. നമ്മളെ റബ്ബിനോട് വല്ലാത്ത ഇഷ്ടം തോന്നും. നമ്മൾ പറഞ്ഞ മഹബത്ത് ഉണ്ടല്ലോ, നമ്മളെ റബ്ബിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റും. കൂടുതൽ കൂടുതൽ അപ്പൊ എനിക്ക് ഇനിയും ഈമാൻ വേണം എന്നുള്ള രൂപത്തിൽ നമ്മൾ കൂടുതൽ ആവേശത്തിൽ മുന്നേറാൻ ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്, ഇവിടെ ആ സ്വഹാബിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പാഠം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പറഞ്ഞിട്ടുള്ള, നമ്മൾ പരസ്പരം ചർച്ച ചെയ്തിട്ടുള്ള ഈ ഒരു 8 പോയിന്റുകൾ നമ്മളെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. തുടർന്നുള്ള പോയിന്റുകൾ ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാഹ് സാന്ദർഭികമായി ഉണർത്തുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും ഒക്കെ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പരസ്പരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ മാസത്തിലായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നത് വരേക്കും നല്ല ആഫിയത്ത് നൽകി, അഅ്മാലു സ്വാലിഹാത്തുകൾ നൽകി ചെയ്യാനുള്ള നല്ല ആഫിയത്ത് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, വല്ലവനും അള്ളാഹുവിന് വേണ്ടി ഒരു തിന്മ, അല്ലെങ്കിൽ വല്ലവനും അള്ളാഹുവിന് വേണ്ടി വല്ലതും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് അതിനേക്കാൾ ഹൈറായത് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്തു ത്വലാഖ് പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതി വയുഅദിം ലഹു അജ്റ. അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അപ്പോ തഖ്വയുടെ വക്താക്കളായി, ഈമാനിന്റെ ആളുകളായി, യഥാർത്ഥ മുഅ്മിനീങ്ങളായി, യഥാർത്ഥ മുത്തഖീങ്ങളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞതില് എന്തെങ്കിലും ഉപകാരപ്രദമായതുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നിന്നുള്ളതാണ്. പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അപ്പോൾ തന്നെ തിരുത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك.